നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ശങ്കരനാരായണൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഈ സമയത്ത് പത്മ ചോദിച്ചു, എന്താ ശങ്കരേട്ടാ? ശങ്കരേട്ടൻ എന്താ പെട്ടെന്ന് ചാടി എഴുന്നേറ്റെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. എന്താ ശങ്കരേട്ടാ, നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ? അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. സ്വപ്നമോ? അതെ, വേദയെക്കുറിച്ചുള്ള സ്വപ്നമാണ്. അത് പിന്നെ വേദയെക്കുറിച്ച് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് കിടന്നിട്ടായിരിക്കും. എന്താ ശങ്കരേട്ട? അതെ, വേദയെ കുറേ ആൾക്കാർ ചേർന്ന് ഓടിക്കുന്നു. വേദ ഒടുവിൽ ഒരു സ്ഥലത്തേക്ക് ഓടി കയറുക. പക്ഷെ അവിടെ കയറിയതോ അവിടെ ശത്രുക്കളായിരുന്നു. അതിനേക്കാളും വലിയൊരു സ്ഥലത്തേക്കാണ് വേദ എന്ന് കയറിയത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവൾ നെട്ടോട്ട് ഓടുന്നേ. അത് കേട്ട് ഞാൻ പത്മ പറഞ്ഞു, എന്തിനാ ശങ്കരേട്ടാ? ശങ്കരേട്ടൻ എപ്പോഴും ഈ ഒരു ചിന്തയൊക്കെ ഉള്ളൂ വേദയെക്കുറിച്ചൊക്കെയല്ലേ? അത് പിന്നെ എൻ്റെ 2 മക്കളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? 2 പെൺമക്കളുടെ ഭാവി എന്തായി തീരുമെന്നോർത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പത്മ പറഞ്ഞു, ഇനിയിപ്പോൾ ദീപ്തിയുടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട, അവൾ നമ്മൾ പറയുന്ന അനുസരിക്കുള്ളൂ. പക്ഷെ വേദയുടെ കാര്യത്തിലാണ്. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു, ഇന്ന് ഞാൻ വഴിയിൽ വേദയും ദർശനം കൂടെ സംസാരിച്ച് നിൽക്കുന്നതാ കണ്ടായിരുന്നു. പത്മ പറഞ്ഞു, അവരിടയ്ക്ക് തമ്മിൽ കാണുന്നതാണല്ലോ, സംസാരിക്കുന്നതാണല്ലോ. അതല്ല പത്മ, ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായി. ആ പഴയ ആഗ്രഹം വേദയും ദർശനയും തമ്മിൽ ഒന്നിപ്പിച്ചാൽ എന്താന്ന്? അവരുടെ കല്യാണം നടത്താനോ? അതിന് വേദ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വേദയോട് ആ കാര്യം എനിക്ക് സംസാരിക്കണം. എന്താണെങ്കിലും വേദയെല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നല്ലേ വിക്രത്തിന്റെ വീട്ടിൽ നിന്ന്. അപ്പം പിന്നെ അവൾക്കൊരു ജീവിതം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ വേദയുമായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ദർശന്റെ വേദയുടെയും കൂടെ വിവാഹം നടത്താൻ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പത്മ പറഞ്ഞു, അവള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശങ്കരേട്ടൻ ഒന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. ശങ്കരനാരായണൻ പറഞ്ഞു, നാളെ ആട്ടെ, എന്താണ് ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരനാരായണൻ വീണ്ടും കിടക്കുവാണ്. ഈ സമയത്ത് വേദ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ വിക്രത്തെ കാണുന്നില്ല ബെഡേൽ. ഇതെവിടെ? ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെയില്ല. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ടെറസിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. വേദ അവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെയൊന്നും കാണുന്നില്ല. വേദയ്ക്ക് ആകെ പാടെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ദൈവമേ, ഇത് എങ്ങോട്ട് പോയെന്നറിയില്ലോ. പിന്നീട് ഇഷിതയെ വിളിക്കുകയാണ്. ഇഷിതയെ വിളിച്ചപ്പോൾ ഇഷിത ചോദിച്ചു, എന്താ വേദ? അതെ, വിക്രത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞു. കാണുന്നില്ലാന്നോ? അതെ, ടെറസിലേക്കുള്ള വാതിലും തുറന്നു കിടക്കുന്നുണ്ട്. ചിലപ്പോൾ വിക്രം എവിടേക്കെങ്കിലും പോയി കാണും. പെട്ടെന്ന് വരാമെന്ന് കരുതിയിട്ടായിരിക്കും. നീ എഴുന്നേൽക്കുമ്പോഴത്തേനും എന്നാലും എവിടേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. നീ ടെൻഷൻ അടിക്കാതിരിക്കുക. നീ ഇനിയിപ്പം ആകെപ്പാട് ടെൻഷൻ അടിച്ച് ആ വീട്ടിലുള്ളവരും കൂടെ അറിയിക്കാൻ നിൽക്കരുത്. ആരെയും വിളിക്കാനൊന്നും പോവുകയും ചെയ്യരുത്. എന്നാലും ഇഷ്ടത്തെ എനിക്ക് പേടിയാവുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. നീ ധൈര്യമായിട്ടിരിക്കുക. നീ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും വിക്രം വരുമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ട് വേണ്ടേ അതിന്. സാരമില്ല, നീ അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇഷിത കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് വേദയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. വേദയ്ക്ക് ഉറങ്ങാൻ പോയിട്ട് ഒന്ന് കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. അതിനുശേഷം വേദ എന്ത് ചെയ്തു? ആ കട്ടിലേക്ക് വന്ന് ഇങ്ങനെ കിടക്കുവാണ്, ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. എന്ത് ചെയ്യണമെന്ന് വേദയ്ക്ക് അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് കമല കിടക്കുന്ന മുറിയുടെ ഡോറിൽ മുട്ടുവാണ്. ആ സമയത്ത് കമലയും മാഷും പരസ്പരം നോക്കണം, ആരാ എന്താണെന്നറിയില്ല. അങ്ങനെ ഒടുവിൽ മാഷ് വന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും മാസ്ക് ഒക്കെ വെച്ച് തലയൊക്കെ ഷോളിട്ട് ഒരാൾ നിൽക്കുന്നു. പെട്ടെന്ന് വിക്രം ആ മാസ്ക് അങ്ങോട്ട് മാറ്റി. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വിക്രം എന്ന് വിളിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. ആ വിളി വെച്ച കമലയും കേട്ടു. കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ വിക്രം അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല മോനെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുവാണ്. ആ സമയത്ത് മാഷ് പറഞ്ഞു, ഇങ്ങനെ നീ കരയില്ലേ കമലെ? ഇനിയിപ്പോൾ അടുത്ത അസുഖം വരുത്തി വെക്കല്ലേ, എന്തിനാ നീ കരയണേ? ആ സമയം കമല പറഞ്ഞ, സന്തോഷം കൊണ്ടാ മാഷേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോനെ കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചല്ലെന്ന് പറഞ്ഞു. ഈ സമയം മാഷ് പറഞ്ഞു, കണ്ടില്ലേ, നിന്നെ കാണാത്ത കൊണ്ടുള്ള ആദ്യം കൊണ്ടുണ്ടായ അസുഖങ്ങളാണ് ഇതൊക്കെ. നീ അടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു പറയണേ. അപ്പോഴേക്കും കമല പറഞ്ഞു, എനിക്കെല്ലാം അറിയുള്ളൂ എൻ്റെ മോനെ കാണാത്തതിൻ്റെ വിഷമം. അപ്പോഴേക്കും മാഷ് ചോദിച്ചു, അല്ല നീ ഇങ്ങോട്ടേക്ക് വന്ന ആർക്കെല്ലാം അറിയാവുന്ന ചോദിച്ചു. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, വേദയോട് പോലും പറഞ്ഞിട്ടില്ല. എടാ, റിസ്ക് ആയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കറിയാം അച്ഛാ, റിസ്ക് എടുക്കാതെ പറ്റില്ലല്ലോ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം തോന്നി, അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. എനിക്ക് കാണാതിരുന്നിട്ടുണ്ട് എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ വന്നേ. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, നീ അവിടെ താമസിക്കുന്നതുകൊണ്ട് വേദയ്ക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അറിയാലോ, നീ ഒരു ജഡ്ജിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതും ഇപ്പം നിന്നെ കുറ്റവാളിന്ന് മുദ്ര കുത്തിയിരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ നീ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ അവിടെ വെച്ച് ചിലപ്പോൾ നിന്നെ പിടികൂടാ. അങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന ആർക്കാണെന്നറിയാലോ? വേദയുടെ അച്ഛനാണ്.
കാരണം നിന്നെപ്പോലെ ഓരോരുത്തരെ അവിടെ കയറ്റി താമസിപ്പിച്ച് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കത് വലിയ നാണക്കേടാവും, വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടാവും, അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രമിന് അതൊക്കെ എനിക്ക് അറിയാച്ചാ, പക്ഷെ ഇതെല്ലാം വേദയുടെ തീരുമാനങ്ങളായിരുന്നു. വേദയാണ് തീരുമാനം എടുത്തത്. അവൾ എന്നെ രക്ഷിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അവളാ പറഞ്ഞ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എവിടെയാന്ന് അറിയാടാ. പക്ഷേങ്കിൽ ആ ശ്രീകാന്ത് എങ്ങാനും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ നേരെ നിന്നെ പോലീസിൽ ഏൽപ്പിക്കും. ഇപ്പോഴത്തെ CI മാറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പറയുന്ന അവരുടെ ആരുടെയും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയം വിക്രം പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവൾ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചാലേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ പോലീസ് കീഴടങ്ങണമെന്ന് പറഞ്ഞു. കമല ചോദിച്ചു, പോലീസ് കീഴടങ്ങാനോ? എന്താ മാഷെ പറയണമെന്ന് ചോദിച്ചു. അതെ, നീ വേദയുടെ സഹായത്തോടുകൂടി പോലീസ് കീഴടങ്ങണം. ജീവന് ഭീഷണി ഉണ്ടെന്ന് കോടതിയിൽ അറിയിക്കണം. അങ്ങനെ വന്നാൽ നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് വിക്രം പറഞ്ഞു, അച്ഛാ, ഞാൻ കീഴടങ്ങിയാലും ഒടുവിൽ ഞാൻ ആ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ ചെല്ലണ്ടേ? അറിയാലോ, ഒന്നാമത്തെ കാര്യം ഈ ശ്രീനിവാസന്റെ ജാമ്യം കിട്ടിയ ഇപ്പോഴത്തെ ഒരു കേസിൽ ഞാനും പ്രതിയാന്ന് പറയാണ്, ഒരു കൂട്ടുപ്രതിയാണ് ഞാനും. അപ്പം പിന്നെ പോലീസിൻ്റെ കയ്യിലേക്ക് കിട്ടിയാൽ പറയണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവരെന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിനു മുമ്പത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഒരാളെന്നെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ വേദ. അവൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, അവളുടെ കൂടെ ഞാൻ നിൽക്കാം. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ കാണും, അതനുസരിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അതാ മോനെ ശരി, നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി എത്ര ദിവസം ഇങ്ങനെ ഒളിവിൽ കഴിയേണ്ടതായിട്ട് വരും. അത് കേട്ട് മാഷ് പറഞ്ഞു, അതിപ്പോൾ അവനെങ്ങനെ പറയാൻ പറ്റും? സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നാലേ അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. മാഷ് പറഞ്ഞു, അതേ അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. മോനെ, നീ വരുമ്പോൾ നിന്നോടൊപ്പം വേദ കാണുമോയെന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, അത് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ വേദമോളോട് ഈ കാര്യത്തെക്കൂടി സംസാരിച്ചായിരുന്നു. അവളും പക്ഷെ എനിക്ക് മറുപടി ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അമ്മ ഇപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമലയെ ചേർത്ത് പിടിച്ചു. പോട്ടമ്മയെന്നൊക്കെ പറഞ്ഞ് യാത്ര പറയാണ്. പിന്നീട് മാഷ് വിക്രത്തെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സൂക്ഷിച്ചു പോകണം, ഇനി ഇങ്ങനെ റിസ്ക് ഒന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിക്രം അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് കമലയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കമല മാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. തൻ്റെ മോൻ തന്നെ കാണാൻ വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പിന്നീട് കുറേ സമയം കഴിഞ്ഞു. അങ്ങനെ നേരം വെളുക്കാറായി. വേദ കിടന്നൊന്നും മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദ എഴുന്നേറ്റ് ഇങ്ങനെ താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം നിലത്ത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. വേദ കിടന്നിടത്ത് വിക്രം വന്ന് കിടക്കുന്നു. ഒരു നിമിഷം വേദ ഇങ്ങനെ നോക്കി. ആ സമയത്ത് വേദയ്ക്കാണ് നല്ല ദേഷ്യവും സങ്കടം വന്നു. തലവേണ്ടെടുത്ത് ഒറ്റ ഏറ് കൊടുത്തു. വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ചിരി. ആ സമയത്ത് വേദ പറഞ്ഞ്, ചിരിക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ. പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും? ചില കാര്യങ്ങളിലൊക്കെ ചിരിച്ച് മയക്കാനല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. വിക്രം ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിച്ചു. ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ? അതെ, ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ മുഖം കാണാൻ ഒരു രസമില്ല. പക്ഷേങ്കിലേ ചിരിക്കുമ്പോൾ നിന്റെ മുഖം കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ലക്ഷ്മി ദേവിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, കൂടുതൽ സോപ്പ് ഇടുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഞാൻ അമ്മയെ കാണാൻ പോയതാ. അമ്മയെ കാണാനോ? വിക്രത്തോട് പറഞ്ഞിട്ടില്ലേ ഇവിടുന്ന് പോവരുതെന്ന്? പിന്നെ എന്തിനാ വിക്രം പോയത്? അത് പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ, എൻ്റെ പെറ്റമ്മയല്ലേ. എന്ത് സംഭവിച്ചാലും എനിക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതേ പറഞ്ഞാൽ തലയിൽ കയറില്ലാത്തതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നെങ്കിലോ എന്ത് ചെയ്തായിരുന്നു ചോദിച്ചു. പിടിക്കപ്പെട്ടില്ലല്ലോ, പിന്നെന്താന്ന് ചോദിച്ചു. ദേ എന്ത് പറഞ്ഞാലും ഈ മുട്ടായിക്ക് വർത്താനം ഉണ്ടല്ലോ, അതാ എനിക്ക് ദേഷ്യം വരുന്നേ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ദേഷ്യപ്പെടാതെ എൻ്റെ ഭാര്യയെ, നീ ഒന്നും സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു. ആ സമയം വേദ പറഞ്ഞു, ആ അതൊക്കെ പോട്ടെ. ചെന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അമ്മ പ്രതീക്ഷയില്ലല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന കാര്യം. പിന്നെ അച്ഛൻ്റെ കാര്യം അറിയാലോ, അച്ഛന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സറണ്ടർ ചെയ്യണമെന്നാണ് പറയണേ. സറണ്ടർ ചെയ്യാനോ? അതെ, പോലീസിന് മുന്നിലോ? ജില്ലാ ജഡ്ജിയുടെ മുന്നിൽ സറണ്ടർ ചെയ്യാനോ? അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചാൽ, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. വിക്രത്തെ തീർക്കാൻ നടക്കുന്നവർക്ക് വിക്രം സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വേണ്ടെന്ന് വെച്ചത്, അല്ലെങ്കിൽ എനിക്കതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ല. ഈ സമയത്ത് വിക്രം പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഞാൻ എന്തായാലും പറഞ്ഞു, വേദയ്ക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോവാന്ന്. നിന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്യും. അച്ഛൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ വീട്ടിലല്ലേ കഴിയണേ.
ഇവിടെ ഞാൻ ഇത്ര നാൾ ഒഴിവിൽ കഴിഞ്ഞെന്ന് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമല്ലേ, ആ ഒരു ടെൻഷനാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം വിക്രം, പക്ഷെ ഇവിടെ അത്ര സേഫ് വേറെ ഒരിടവും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, വിക്രത്തിനെ കൈ കിട്ടാൻ കാത്തിരിക്കുന്നവരുണ്ട്, സ്വന്തം ചോര പോലും അതിനു വേണ്ടി ദാഹിച്ച് നടക്കുന്ന, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ട് കഴിഞ്ഞ് വിക്രം ചോദിച്ചു, സ്വന്തം ചോരയോ? അത് വിക്രത്തിന് അതിനകത്തെ പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭയക്കണേന്ന് പറഞ്ഞു. അല്ല, വാസവനെയാണോ പേടിക്കുന്നത്? വാസവനെ ഒന്നും അല്ല പേടിക്കണേ, അതിനേക്കാളും പേടി ഞാൻ പറഞ്ഞല്ലോ സ്വന്തം ചോരയാണ് പേടിക്കണേന്ന്. കാരണം പുറമെ ഇങ്ങനെ നന്നായിട്ട് ചിരിച്ചഭിനയിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷെ അകത്ത് അങ്ങനെയല്ല. അകത്ത് പിശാശാണ്, ക്രൂര പിശാശ്. അയാളും വേറൊരാളും കൂടെ ചേർന്നിട്ടാണ് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഞാൻ വിക്രം ചോദിച്ചു, ശ്രീകാന്തിനെയാണോ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഈ പറയുന്ന ശ്രീയേട്ടന് എന്നോട് ചെയ്ത ക്രൂരത എന്താണെന്നറിയാവോ? ഞാൻ ആ വീട് വിട്ടു പോരാൻ കാരണം ശ്രീയേട്ടനാണ്. ശുചീന്ദ്രത്ത് വെച്ചുണ്ടായ ആ അപകടം ഉണ്ടല്ലോ അച്ഛന്, അത് അയാൾ ഉണ്ടാക്കിയതാണ്. പിന്നെ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട് വിട്ടിറങ്ങിയില്ല എങ്കിൽ അച്ഛനെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് എനിക്ക് ആ വീട് വിട്ടിറങ്ങേണ്ട വന്നേ, അല്ലാതെ വിക്രത്തെ കൊണ്ടുള്ള ദേഷ്യം കൊണ്ടല്ല. അച്ഛൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലൊന്ന് പേടിച്ചിട്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം ചാടി എഴുന്നേറ്റു. വിക്രത്തിന് ദേഷ്യം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തെ തടയാണ്. വിക്രം, ഇപ്പം എടുത്തുചാട്ടമല്ല വേണ്ടത്, നമ്മളിവിടെ സമീപനം പാലിക്കണം, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എടുത്ത് ചാടിയിട്ടൊന്നൊരു കാര്യമില്ലെന്ന് പറഞ്ഞ് വിക്രത്തെ ആശ്വസിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.